ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ വളരെ വലിയ രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ കലാപങ്ങൾക്ക് പിന്നിൽ മുസ്ലിങ്ങളാണ് എന്നതാണ് പല സംഘപരിവാർ പേജുകളും വിളിച്ചു പറയുന്നുള്ളത്. പക്ഷേ വാസ്തവം അതല്ല. എന്താണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം ജാഫറാബാദിൽ ഷാഹിൻബാഗിന് സമാനമായിട്ടുള്ള ഒരു സമരപരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളും കുട്ടികളും ജാഫറാബാദിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അതായത് ജനാധിപത്യ മര്യാദയോടുകൂടിയുള്ള ഒരു പ്രതിഷേധ പരിപാടി തന്നെയായിരുന്നു അവിടെ ഇവർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇങ്ങനെയൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടി ഷാഹിൻബാഗിന് പുറമെ ജാഫറാബാദിലും കൂടി വന്നു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും എന്ന് തിരിച്ചറിഞ്ഞ BJPയുടെ ദേശീയ നേതൃത്വം ഡൽഹിയിലെ വർഗീയ വിദ്വേഷ പ്രചാരകനായ മുൻ MLA കൂടിയായിരുന്ന കപിൽ മിശ്രയുടെ നേതൃത്വത്തിലുള്ള ഒരു റാലി വളരെ സമാധാനപരമായി സംഘടിച്ചുകൊണ്ട് ജനാധിപത്യ മര്യാദയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന സ്ത്രീകൾക്ക് നേരെ വന്ന് കല്ലെറിയുകയാണ് ചെയ്തത്. ജാഫറാബാദിലെ ആ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ ലഭ്യമായതാണ്. അപ്പൊ തുടക്കം കുറിച്ചിട്ടുള്ളത് BJPയുടെ വർഗീയ വിദ്വേഷ പ്രചാരകനായിട്ടുള്ള മുൻ MLA കപിൽ മിശ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവർക്ക് നേരെ കല്ലെറിഞ്ഞത്. അവിടെ നിന്നാണ് ഡൽഹിയിലെ സംഘർഷങ്ങളുടെ തുടക്കം. പിന്നീട് കപിൽ മിശ്ര മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം, ട്രംപ് ഒന്ന് പോകട്ടെ, ട്രംപ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ തനി സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യുമെന്ന് മുൻ MLA കപിൽ മിശ്ര വ്യക്തമാക്കിയതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ട വിഷയമാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് മോജ്പൂരിൽ കപിൽ മിശ്രയുടെ ഈ ഒരു പരസ്യമായ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സംഘപരിവാർ തെരുവിലേക്ക് വരികയാണ്. അവിടെ തെരുവിൽ പ്രതിഷേധിച്ചു കൊണ്ടിരുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശബ്ദമുയർത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ കല്ലെറിയുകയാണ് ചെയ്തത്. മാരകായുധങ്ങളുമായി തെരുവിലിറങ്ങി സംഘപരിവാർ നേതൃത്വം പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള പ്രതിഷേധക്കാർക്ക് നേരെ നടന്നു നീങ്ങുകയും പലരെയും ആക്രമിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു തിരിച്ചടി പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് മേഖലകളിൽ ശക്തമായിട്ടുള്ള സംഘർഷ സാധ്യതകൾക്ക് വഴിയൊരുക്കിയത് സംഘപരിവാരാണ്. അല്ലാതെ സോഷ്യൽ മീഡിയക്കകത്ത് വ്യാജ പ്രചരണങ്ങൾ വരുന്നത് പോലെ മുസ്ലിങ്ങളല്ല എന്നുള്ള സത്യം തിരിച്ചറിയണം. ദേശീയ മാധ്യമങ്ങൾ മിണ്ടാട്ടത്തിലാണ്. അവർ ഒന്നും തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. എല്ലാത്തിനും കാരണം BJPയുടെ മുൻ MLAയും ഈ വർഗീയ പ്രചാരകനും കൂടിയായിട്ടുള്ള കപിൽ മിശ്രയാണ്. ഈ ഒരുത്തനാണ് അവിടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം. ഇദ്ദേഹത്തിൻ്റെ വർഗീയ വിദ്വേഷം തുളുമ്പുന്ന ചില പ്രസ്താവനകളാണ് അവിടെ സംഘപരിവാറിന് ബലം നൽകിയിട്ടുള്ളത്. ഇതാണ് ഡൽഹിയിലെ യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.